സുഹൃത്തുക്കളെ, ഞാൻ പിന്നെ ഇടയ്ക്ക് നെറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വൈഫൈ ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പം. മറ്റേ വീട്ടിലിരുന്ന് എടുക്കുകയാണെങ്കിൽ വൈഫൈയിലാണ് ഞാൻ കണക്ട് ചെയ്യുക. അപ്പോൾ പിന്നെ ഡാറ്റ ഓഫ് ചെയ്തിടും. ഇതിപ്പോൾ ജിയോൻ്റെ നെറ്റിനെ തന്നെ ആശ്രയിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഞാൻ പിന്നെ മഞ്ചേരിയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു. മഞ്ചേരിയിൽ നിന്നിൻ്റെ പിന്നെ കോളേജ് പ്രീ ഡിഗ്രി ബാച്ചിൻ്റെ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേരെ കണ്ടു. അത് പറഞ്ഞ നിങ്ങൾക്ക് ആൾക്കാരെ അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ PV അൻവർ MLA ആയിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സ്റ്റോറി ചെയ്തിരുന്നു. ഞാൻ പിന്നെ ഇപ്പം PV അൻവർ MLA ഷാജി അസ്കറിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും എനിക്ക് അൻവർ MLA പോലെ തന്നെ ഷാജി ചേട്ടനെ എനിക്ക് പിന്നെ ഇഷ്ടവും സ്നേഹവും ഒക്കെ വ്യക്തിബന്ധവും ഒക്കെ ഉള്ള ആളാണ്. ഷാജി ചേട്ടന് എന്നോട് ഇന്ന് വരെ, കാരണം അവരൊക്കെ മുമ്പിൽ ഞാൻ പൂടുവാണ്, ഒന്നുമല്ല. അവരൊക്കെ പിന്നെ വലിയ സ്ഥാനത്തിരിക്കുന്നവരാണ്. അൻവർ MLA ആണെങ്കിലും ഷാജി ചേട്ടനാണെങ്കിലും ഒക്കെ പിന്നെ കേരളീയ സമൂഹത്തിന് മുഴുവൻ അറിയാവുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നോട് കാണിക്കുന്ന ഒരു സ്നേഹം, ഒരു പിന്നെ ബന്ധം ഒക്കെ ഞാൻ മാനിച്ചുകൊണ്ടാണ് ഞാൻ ഷാജി ചേട്ടനെ കുറിച്ചൊക്കെ ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. ഞാൻ പറയുന്നത് PV അൻവർ MLA പൊട്ടിച്ച വെടി യഥാർത്ഥത്തിൽ അയാൾ വെടിവെച്ചത് അജിത് കുമാറിനെ നോക്കൂത്തിയായിട്ട് നിർത്തിയിട്ടാണെങ്കിലും മൂപ്പര് കൊടുത്തത് പിണറായിയുടെ ചങ്കുക്ക, പിണറായിയുടെ നെഞ്ചത്തേക്കാണ് വെടിവെച്ചത്. പിണറായിയാണ് തൊള്ളുറക്കട്ട്. പിണറായി കഴിവട്ടവനാണെന്നുള്ളത് അൻവർ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു. കാരണം ഇന്നിപ്പോൾ അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, അൻവർ വിവിധ മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ള അഭിമുഖങ്ങളെല്ലാം ഞാൻ കണ്ടു. അതെല്ലാം കാണുമ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അൻവർ വളരെ കൃത്യമായിട്ട് പ്രിപ്പയർഡായിട്ട് ഇനി ഒന്നും നോക്കാനില്ല എന്നുള്ള രീതിയിൽ രണ്ടും കൽപ്പിച്ചിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അൻവറിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കാരണബോധം കുറച്ച് പെട്ടുപോകും. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഉൾപാർട്ടി സംഘർഷം വളരെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പുറത്ത് ഇദ്ദേഹത്തിനെതിരെ ലോബിയിങ് നടത്തിയിരുന്ന് ഇദ്ദേഹത്തിനെതിരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള MP ഗോവിന്ദൻ മാഷും പ്രതിസന്ധിയിലാണ്. കാരണം MP ഗോവിന്ദൻ മാഷയുടെ പിന്നെ മകൻ ശ്യാമാണ് ഈ രഞ്ജിത്തിന്റെ അസിസ്റ്റന്റായിട്ട്, ഇപ്പൊ രാജിവെച്ച രഞ്ജിത്തിന്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച രഞ്ജിത്തിന്റെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. മാത്രമല്ല ഈ പിന്നെ ഷാജി അസ്കറിയെ ലണ്ടനിലെ എയർപോർട്ടിൽ വെച്ചിട്ട് തെറി വിളിച്ച രാജേഷ് കൃഷ്ണന്റെ വീട്ടിൽ അതിന്റെ തൊട്ടുമ്പത്തെ ദിവസങ്ങളിൽ താമസിച്ചത് MP ഗോവിന്ദൻ മാഷാണ്. ഇതൊക്കെ 2023 നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ MP ഗോവിന്ദൻ മാഷാണോ അവനെ തെറി വിളിക്കാൻ പഠിപ്പിച്ചത് എനിക്കറിയില്ല. കാരണം MP ഗോവിന്ദൻ മാഷ് തെറി പഠിപ്പിക്കുന്ന സ്വഭാവം കൂടി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായിരുന്നാലും പിന്നെ MP ഗോവിന്ദൻ മാഷും ഇതിനകത്ത് എന്ന് വെച്ചാൽ ധാർമ്മികമായിട്ട് ഒരു രീതിയിലും പ്രതികരിക്കാൻ ശേഷിയില്ലാത്തത്രയും ബലഹീനനായി മാറിയിരിക്കുന്നു. കാരണം MP ഗോവിന്ദൻ മാഷ്ക്കെതിരെയും നന്നായി കല്ലേറി വരുന്നുണ്ട്. പിണറായി വിജയനെ സംബന്ധിച്ചുള്ള അയാൾ ആകെ തകർന്ന് എളുപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത ദിവസം രാജിവെച്ചിട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് രാജിവെക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, കഴിഞ്ഞു, വിഷയം കഴിഞ്ഞു, മാറിക്കുക വേണ്ടത്. ഇവൻ ഈ പാർട്ടിനെയും ഈ പിന്നെ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കിയിട്ടേ പോകുള്ളൂ എന്നുള്ള വാശിയിലാണെങ്കിൽ പോയിക്കോട്ടെ. 2026 വരെ ഇരുന്നാണ്ട് പിന്നെ അതോടുകൂടി പിന്നെ ബംഗാളിലെ പോലെയും ത്രിപുരയിലെ പോലെയും ഈ പാർട്ടീനെ പിന്നെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്നുള്ള അവസരത്താണ്. അൻവറിനെ സംബന്ധിച്ചുള്ള അൻവറിനെതിരെ നിലമ്പൂരിലെ രാഷ്ട്രീയം കൃത്യമായി അറിയാവുന്ന ഒരാൾ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, അൻവറിനെതിരെ നീക്കം നന്നായിട്ട് നടക്കുന്നുണ്ട്. ഈ മണ്ഡലം പിടിച്ചെടുത്തത് നിലമ്പൂർ മണ്ഡലം. ഇപ്പം ഞാൻ നിലമ്പൂരിൻ്റെ മണ്ഡലത്തിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ മഞ്ചേരിയിൽ വന്ന ഇന്ന കൊല്ലും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, ഇവരെ തല്ലാൻ ആളില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തീവ്രവാദികൾ പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടൊന്നും നടക്കില്ല. മഞ്ചേരിയിലാണ് രാജൻ ജോസഫ് 2 ദിവസം ഉണ്ടായിരുന്നത്. അത് മനസ്സിലാക്കി നിങ്ങൾ. കാണേണ്ടവരെല്ലാം കണ്ടു, എല്ലാ സുഹൃത്തുക്കളെയും കണ്ടിട്ട് മഞ്ചേരി അങ്ങാടി കൂടി തന്നെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് തന്നെയാണ് വന്നത്. ഇപ്പം നിലമ്പൂരാണ് ഇപ്പോൾ ഉള്ളത്, മനസ്സിലായത്. ഇപ്പോൾ ഞാൻ പിന്നെ നിലമ്പൂര് പിന്നെ നിലമ്പൂർ എന്ന് പറയുമ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ 2 പാർട്ടി ഏരിയ കമ്മിറ്റികളുണ്ട്. എടക്കര ഏരിയ കമ്മിറ്റി ഏരിയയുടെ പിന്നെ ഏരിയ സെൻറ്റർ അംഗമായിട്ടുള്ള CPM-ന്റെ പഴയ ഇവിടുത്തെ ചുങ്കത്തറ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സുഖേട്ടൻ്റെ മകൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണമെന്ന് കരുതിയിരുന്നു. പിന്നെ ഞാൻ പോകണ്ട എന്ന് കരുതി. കാരണം വെച്ചാൽ പുള്ളി ഏത് സെൻസർ എടുക്കാന്ന് അറിയില്ല. കാരണം വെച്ചാൽ പുള്ളിക്കെതിരെ 2 വർഷം വളരെ രൂക്ഷമായൊരു സ്റ്റോറി ഞാൻ ചെയ്തിരുന്നു, പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ ജീവിച്ചിരുന്നേ. അപ്പൊ ഞാനീ പറയട്ടെ, ഈ പിന്നെ എവിടെങ്കിലുള്ള വിവരമില്ലാത്ത സൈബർ കമ്പികളും സൈബർ സുഡാപ്പികളും ഒക്കെ പറയുന്ന സാധനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ രാജൻ ജോസഫിന് എവിടെയും ലോകത്തിറങ്ങി നടക്കാൻ പറ്റില്ല. തോന്നല അങ്ങനെ ബേജാറെനിക്കില്ല. നിന്നെ കൊണ്ടൊക്കെ മാക്സിമം കൊല്ലാനല്ലേ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അതിനല്ലേ പറ്റുള്ളൂ. എനിക്ക് ഇന്ന് വരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇന്ന് തന്നെ എന്നെ പിക്ക് ചെയ്ത് മഞ്ചേരിയിൽ നിന്ന് കൊണ്ടുപോയത് പിന്നെ വേണ്ട, അതിലേക്ക് പോകുന്നില്ല. അത് പിന്നീട് വേറെ കാര്യത്തിൽ വേറെ സ്റ്റോറിയിൽ പറയാം. കാരണം വെച്ചാൽ ഞാൻ പിന്നെ അല്ല അതും കൂടി പറയാം. മഞ്ചേരി തന്നെ ഇന്നലെ പിന്നെ ഞാൻ വന്ന് റൂം എടുത്തു, ഹോട്ടലെടുത്തു. ആ ഹോട്ടൽ എനിക്ക് ബന്ധപ്പെടുത്തി തന്നിട്ടുള്ളത് ഏകദേശം 1 മാസത്തിന് മുമ്പ് മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള അസ്കർ അമീരാണ്. അവൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്, ചെറിയ പ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്.
തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ്. അവനാണ് എനിക്കത് ഏർപ്പാടാക്കി തന്നത്. അസ്കർ എനിക്ക് അനിയനെ പോലെയാണ്. അസ്കറിന്റെ കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ട്. ആ ഹോട്ടലിൽ തന്നെയാണ് ഞാൻ വന്നിട്ട് റൂം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ എൻ്റെ സുഹൃത്ത് സതീഷിനെ വിളിക്കുന്നത്. സതീഷിന്റെ ചേച്ചിന്റെ അടുത്താണ്, വേട്ടേക്കോട് എന്ന് പറയണം, മഞ്ചേരി വേട്ടേക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പോകുന്നു. അവിടെ പിന്നെ ചേച്ചിയുടെ കൂടെയും ചേട്ടൻ്റെ കൂടെയൊക്കെ ഇരുന്ന് പിന്നെ സംസാരിക്കുന്നു. പിന്നെ എൻ്റെ സ്വഭാവമുണ്ട്, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കരുത്, ഞാൻ ഉച്ചഭക്ഷണം കഴിക്കാം. ഞാൻ ചെന്ന നേരത്ത് വരുന്നുണ്ട് മുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കുന്നു, വേറെ ഒരുപാട് കൂട്ടാനുണ്ട്. അപ്പം ഞാൻ ആ മുട്ട ആംപ്ലേറ്റ് കഴിച്ചില്ല. ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിക്കില്ല. എൻ്റെ സ്വഭാവം പണ്ട് വീട്ടിലും അങ്ങനെ തന്നെയാണ്. എനിക്കായിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല. അവിടെ ഉള്ളത് കഴിക്കാതെ നമ്മൾ പോണേ. അപ്പം ഞാൻ പറഞ്ഞു അത് നിങ്ങൾ തന്നെ കഴിച്ചോളി, ഞാൻ കഴിക്കൂല, അത് തൊടൂല എന്ന് പറഞ്ഞു. സതീഷ് അടുത്തിരിക്കരുത്. സതീഷിനുണ്ട് എൻ്റെ സ്വഭാവം അറിയാലോ. വിജയിച്ചിക്ക് അപ്പോൾ കുറച്ച് സങ്കടമായിട്ടുണ്ടെങ്കിലും പിന്നെയും വിജയിച്ചിക്കും ഉമ്മ കൊടുത്ത്, പിന്നെ സതീഷിൻ്റെ അളിയനും ഉമ്മ കൊടുത്ത്, പിന്നെ സതീഷിൻ്റെ അളിയൻ്റെ അനിയന്മാരെയും കണ്ട് അവരൊക്കെ എനിക്കറിയാം, ചേട്ടൻ സുരേട്ടൻ അവരൊക്കെ കണ്ടിട്ടാണ് വേട്ടക്കോട് ഞാൻ തിരിച്ചു വരുന്നത്. വേട്ടക്കോട് സതീഷാണ് തിരിച്ച് പിന്നെ എന്നെ റൂമിലെത്തിക്കുന്നത്. വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ഈ സതീഷും വന്നു, പിന്നെ സിജു, അതേപോലെ തന്നെ സിജേഷ് എന്ന് പറയും, വെള്ളിക്കുറിച്ച് ഞങ്ങൾ വിളിക്കുക, പിന്നെ സിജേഷ് പുഷ്കരൻ എന്നൊക്കെ പറയും. അവൻ വന്നു, സാജൻ വന്നു, എല്ലാവരും വന്നു. ഞങ്ങൾ ഒരുമിച്ച് കുറേ നേരം ഇരുന്നു. അവരാരും മദ്യപിച്ചൊന്നുമില്ല. അത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു. രാവിലെയല്ല ഉച്ചയായപ്പോൾ പിന്നെ നാസ് ഗദ്ദാഫി മഞ്ചേരി തുറക്കലുള്ളതാണ്. അതായത് ഓൻ്റെ ഉപ്പ ഈ മഞ്ചേരി അങ്ങാടിക്കകത്ത് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായിരുന്നു. പിന്നെ ഓൻ്റെ ഉപ്പ പിന്നെ തുറക്കൽ വോട്ടിയേക്കാന്ന് അറിയപ്പെടുക. പഴയ നമ്മളെ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ. അന്ന് മൂപ്പര് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാകുമ്പോൾ വൈസ് ചെയർമാനായിരുന്ന പിന്നെ ഷൗക്കത്തലാക്കൻ്റെ മകൻ ഷബീറും ഞങ്ങളൊക്കെ തമ്മിൽ അടികൂടിയിട്ടുണ്ട്. കാരണം പിന്നെ ഇവൻ MSF ആണ്, മറ്റോ KSC ആണ്, ഞാൻ SFI ആണ്. അങ്ങനെ തല്ലുകൂടിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇന്നിരുന്ന് സംസാരിച്ച വിഷയം അത് തന്നെ. ഞങ്ങൾ ഒരുപാട് പേര് സംസാരിച്ചു. അതിൽ BJP അനുഭാവികളുണ്ട്, കോൺഗ്രസിന് അനുഭാവികളുണ്ട്, ലീഗിൻ്റെ അനുഭാവികളുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയം ആവശ്യമില്ല എന്നുള്ള അഭിപ്രായത്തിലേക്കാണ് ഞങ്ങൾ പൊതുധാരണ എത്തിയത്. അതെന്ന് വെച്ചാൽ പാരന്റിങ് മൈൻഡിൽ നിന്ന് വരുന്നതാണ്. കാരണം അത് വഴിവിട്ടു പോകുന്നു എന്നുള്ളതാണ്. കാരണം വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനല്ല ഈ തല്ലിക്കൊല്ലലും ടൂളായിട്ട് യൂസ് ചെയ്യലൊക്കെ വരുമ്പോൾ പോട്ടെ. അതിലിപ്പം പിന്നെ ആർഷനെ പോലുള്ള ആൾക്കാരെ ക്വാളിറ്റി ഇപ്പം നമുക്കറിയാലോ. ആർഷോ അത് കേൾക്കുന്നുണ്ടെങ്കിലും എനിക്ക് പിന്നെ പറയാനുള്ളത് തന്നെയാണ്. ഞാൻ ആർഷോട് 1-2 പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ. അപ്പോൾ പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ മലപ്പുറത്ത് കൂടി നടക്കാനുള്ള ധൈര്യമൊക്കെ എല്ലാം സൂക്ഷിക്കുന്ന ആളാണ്. പിന്നെ നാസ് ഗദ്ദാഫി എന്തോ ഒരൊക്കെയാണ് ഫോണിൽ അടിച്ചുകൊടുക്കുന്നത്. അങ്ങനെ തന്നെ വന്നതും അങ്ങനെ തന്നെ പോയതും അവിടെ തന്നെ പോയാണ്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് എൻ്റെ പരിചയമുള്ള എൻ്റെ പിന്നെ ഒരുപാട് സുഹൃത്തുക്കളെ കാണാൻ പറ്റി. അൻസാർ വല്ലാഞ്ചിറ 6ാം ക്ലാസ് തൊട്ടൊപ്പം പഠിച്ചാണ്. റസീന 9ാം ക്ലാസ് തൊട്ട് ഒരുമിച്ചറിയാം, ട്യൂഷൻ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പേര് പിന്നെ പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം അറിയാം. പേര് പറയാത്തവർ കരുതും അവരെ കുറിച്ച് ഓർത്തിട്ടില്ല. ജയൻ UK അതിനായിട്ട് വന്നതാണ്. അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് പേരെ കണ്ടു. ഒരുപാട് അതിലേക്ക് ഏറ്റവും ഹെയർ ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒരു അസ്കർ പുറവണ്ടി എന്ന് പറയും. മഞ്ചേരിയിലെ ഏറ്റവും വലിയ ബിസിനസ് പ്രമുഖനാണ്. അത് മാത്രമല്ല അവൻ്റെ ഒപ്പം മരിച്ചപ്പോൾ ഞാൻ കോളേജിലെ പ്രിൻസിപ്പളെയും കൊണ്ട്, അവൻ MSFിൻ്റെ നേതാവാണ്. ഞാൻ പ്രിൻസിപ്പളും കൂടി ഉപ്പ മരിച്ചതിൻ്റെ പിറ്റേന്ന് അവൻ്റെ വീട്ടിൽ പോവുക. അങ്ങനെ ഓനെ പോയിട്ട് പ്രിൻസിപ്പൾ എൻ്റെ വരികയാണ്. പിന്നെ ഞാൻ പറഞ്ഞു സോമൻ സാർ എന്ന് പറയും, ഡോക്ടർ സോമൻ നായർ. ഞാൻ പറഞ്ഞു മഞ്ചേരി സ്കൂൾ ചെയ്യാണല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഞങ്ങളോട് പോയിട്ട് അവിടെ ചെന്ന് ഓൻ്റെ വീട്ടിൽ കുറച്ച് നേരം ഇരുന്നു. വേറെ 1-2 വീടുകളിൽ പോയി അന്ന്. അപ്പോൾ എനിക്ക് നമ്മൾ ഈ രാഷ്ട്രീയം വേറെ പഠിക്കുക. അതുമാത്രമല്ല ഓൻ്റെ പിന്നെ ബിൽഡിങ്ങിൽ ഓരോ ഓഫീസുണ്ട്. അവിടെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ തീപ്പെട്ടി മറിച്ച് കളിക്കുന്ന പരിപാടി ഉണ്ട് നിങ്ങൾ. ഞാൻ SFI ലീഡറാണ്, ഓൻ MSFിൻ്റെ ആണ്. അത്രയും ഓൻ മാത്രം എന്നോട് പിന്നെ വ്യക്തിപരമായിട്ട് വേറുള്ളവർ സൂചിപ്പിച്ചു, പരോക്ഷമായിട്ട് സൂചിപ്പിച്ചു. ഓനോട് പറഞ്ഞു രാജാ എൻ്റെ വീഡിയോസ് കാണാറുണ്ട്, പക്ഷേ എനിക്ക് കള്ളു കുടിച്ചിട്ട് വീഡിയോ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇൻഷാല്ലാ നോക്കടാന്ന് പറഞ്ഞു. സ്നേഹത്തിൻ്റെ ഒരു മാലയത്തിലാണ് നിന്നത്. എനിക്ക് ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് അത്ര സന്തോഷം തോന്നിയെന്നറിയോ. അപ്പോൾ വീണ്ടും അൻവറിലേക്ക് വരാം. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് കാണേണ്ട 1-2 ആൾക്കാരെ കണ്ടിട്ടുണ്ടപ്പോൾ ഞാൻ നിലനിർത്തിയത്. ഓക്കെ, ഇനി അൻവറിലേക്ക് തിരിച്ചു വരാം. ഈ കാടുകടിപ്പൊന്ന സ്വഭാവം പിന്നെ പലരും എന്നോട് ഉപദേശിച്ചിട്ടുള്ളതാണ്. അൻവറിനെ സംബന്ധിച്ചോളം അൻവറിനെതിരെ ഇപ്പം മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരാൾ PK സൈനപാത്ത, CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ, പണ്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പാർലമെന്റിലേക്ക് മത്സരിച്ച ആൾ. സൈനാത്ത സ്വന്തം പഞ്ചായത്തായിട്ടുള്ള ചുങ്കത്ര പഞ്ചായത്തിലെ മണലി വാർഡിലോട് താമസിക്കുന്ന വാർഡിൽ നിന്നാൽ ജയിക്കൂല എന്നുള്ളത് ഞാൻ എഴുതി തരാം. ആ വാർഡെന്ന് മത്സരിച്ചാൽ ജയിക്കൂല. കാരണം അതിനൊരു എക്സാമ്പിൾ എൻ്റെ മനസ്സിൽ ഓർമ്മ ഉണ്ട്. കാരണം സൈനാഥനോട് ഞാൻ എന്താ വെച്ചാൽ ഇത്രയും കാലം ഓരോടൊന്നും പറയാവുന്നത് ഞാൻ പറഞ്ഞില്ല. സൈനാഥൻ്റെ പിന്നെ അനിയൻ മോമാലിയാക്ക് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്.
ഞാൻ ആ പെരയിൽ കുറേ വട്ടം പോയതാണ്. ശ്രീനാഥൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മകളാണ് പഴയ മലപ്പുറം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന ബദർനീസിനെ കല്യാണം കഴിച്ചിട്ടുള്ള മുൻ പെരുന്തമണ്ണ MLA ആയിട്ടുള്ള ശശിയേട്ടനാണ്. ശശിയേട്ടൻ DYFന്റെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ബദർനീസ. അങ്ങനെ ബദറാത്തനെ കല്യാണം കഴിക്കുന്നു. ബദറാത്തൻ്റെ 2 അനിയത്തിമാർ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഒരനിയത്തിനെ കല്യാണം കഴിച്ചിട്ടുള്ള ഇസ്മായിലാണ്, ഒരനിയത്തിൻ്റെ സെലീനാണ്. പിന്നെ ആരെ കല്യാണം കഴിച്ചത് എനിക്കറിയില്ല. സെലീനാണ് ഇട്ടിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അത് മാത്രമല്ല, ഈ പിന്നെ PK സൈനബേനെ കല്യാണം കഴിച്ചിട്ടുള്ള പൂക്കാസിന്റെ പഴയ മലപ്പുറം ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ സംസ്ഥാന നേതാവുമായിട്ടുള്ള PK ബഷീർ ചുങ്കത്തറ ബഷീർ ഖാന്റെ പിന്നെ അനിയൻ കല്യാണം കഴിച്ചത് നിന്റെ സുഹൃത്തുക്കളുടെ പിന്നെ പെങ്ങളെയാണ്. അത് അസിയാക്ക എന്ന് പറയും, പഴയ DYFയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി. പിന്നെ മൂപ്പര് ശ്രീരാമകൃഷ്ണനൊക്കെ അടുത്ത ആളായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഷിഹാബ് പഴയ SFന്റെ ജില്ലാ നേതാവ്. ഓലെ പെങ്ങളെയാണ് ഈ പിന്നെ ബഷീർ ഖാന്റെ അനിയൻ കല്യാണം കഴിച്ചത്. അപ്പോൾ അത് കെട്ടുപാട് കൊണ്ടാണ് ഇത്രയും കാലം ഞാൻ പറയാതിരുന്നത്. പക്ഷെ ഞാൻ പറയാണ്, 36 പഞ്ചായത്ത് മത്സരിച്ചാൽ ആ വാർഡിന്ന് ജയിക്കൂല, അത് ഉറപ്പാ. ഒരു വനിതാ ബാങ്ക് ഉണ്ടാക്കി ചുമതലയിൽ, പിന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള രീതിയിൽ സംസ്ഥാന ഗവൺമെന്റിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അതിന് സ്വന്തമായിട്ട് കെട്ടിടം ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയാണ് ഇപ്പോൾ. പക്ഷെ അവിടെ ആക്കിയ സ്റ്റാഫിൽ 36 കുടുംബക്കാരാണ്. തെറ്റാണെന്ന് ഞാൻ പറയില്ല, എല്ലാവരും ചെയ്തു കൊടുക്കുന്നുണ്ട്. മാസപ്പടി ഒന്നും മേടിക്കണില്ലല്ലോ എന്തായാലും. പിണറായി മകളെ കൊണ്ട് മാസപ്പടി മേടിപ്പിക്കുന്ന വരി മേടിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചെയ്യാവുന്നത്, ഞാനത് കൃത്യമായിട്ട് എനിക്ക് പിന്നെ ഞാൻ വിറ്റ്നസ് ആണെന്ന് പറയാൻ കാരണം, ഒരു ദിവസം എനിക്ക് കരളയിൽ ഫാം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്ന നേരത്ത് രാത്രി അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്തു, വേനൽ മഴ പെയ്തു. അപ്പോൾ റെയിൻ കോട്ടില്ല, ഒന്നുമില്ല. ഞാനൊരു കടയുടെ അറിയാത്ത അവിടെ ഒന്ന് മണൽ പിന്നെ ഈ സൈനാത്ത് താമസിക്കുന്ന സ്ഥലത്ത് അതിൽ പീഡിയക്കാരനൊക്കെ ഒക്കെ ഉണ്ട്, പിന്നെ ഇത്തിയുണ്ട് അവിടെ. അപ്പം ഞാൻ ഇങ്ങനെ നിന്ന് പിന്നെ ഇതിൻ്റെ അടുത്ത് മദ്യമുണ്ട്. അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടാണ് കഴിക്കുക, അല്ലാതെ അവിടെ നിന്ന് ഫാമിൽ നിന്ന് കഴിക്കില്ല. ഞാൻ മേടിച്ച് വെക്കും, സ്റ്റോക്ക് ചെയ്യും. രാത്രി ഒരു 9 മണിക്ക് ശേഷമാണ് തുടങ്ങുക. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിൽ ഞാൻ ഇവിടെ വിളിച്ചു, എൻ്റെ ഭാര്യനെ വിളിച്ചെന്ന്. ഇപ്പോൾ അവൾ വേറെ കല്യാണം കഴിച്ചു പോയി. അപ്പം ഞാൻ പറഞ്ഞു, എടി പിന്നെ മഴയത്ത് ഓടിക്കുക, ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ ഈ മഴയത്ത് ഓടിച്ചു വരണോ? അപ്പോൾ അവൾ പറഞ്ഞു, വേണ്ട, രാഴ്ച എന്ന് തന്നെ വിളിക്കുക. രാഴ്ച പിന്നെ മഴയത്ത് റിസ്ക് എടുത്ത് വരണ്ട, കുഴപ്പമില്ല, പിന്നെ നീ മെല്ലെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം മഴ നിൽക്കണില്ല. അതിൽ ഞാൻ ഇക്കാനോട് പറഞ്ഞു, എനിക്കൊരു എൻ്റെ സമയമായി, ഞാൻ 2 ബേക്ക് അടിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇക്ക സൗകര്യം ചെയ്തിരുന്നു ബേക്കിൽ, ഇത്താൻ്റെ മുമ്പ് നല്ലാതെ. അങ്ങനെ ഒന്നും പിന്നെ ഇക്കായിട്ട് നല്ല കമ്പനിയായി. അപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയമൊക്കെ സംസാരിച്ചപ്പോൾ ഇയാളോ നല്ല മുറിച്ചായിരുന്നാ. അതിൽ എന്നോട് പറഞ്ഞു, സൈനപ്പ ഇവിടെ പഞ്ചായത്തിൽ നിന്നാൽ ജയിക്കില്ല എന്ന് പറഞ്ഞു. PK ഓമാലിയാക്ക എന്നോട് ക്ഷമിക്കണം, എല്ലാവരും ക്ഷമിക്കണം, സെരീന ക്ഷമിക്കണം, ഷറഫു നൈസ ക്ഷമിക്കണം, പിന്നെ ഇസ്മായിൽ ക്ഷമിക്കണം. നിങ്ങൾ പിന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ആളെ കുറിച്ച് ഞാൻ പറയുന്നത്. പക്ഷെ പഞ്ചായത്തിൽ നിന്നാൽ ജയിക്കില്ല എന്നുള്ള മൂപ്പര് പറഞ്ഞു. അതിന് കാരണം കൂടി പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഒരു ബൈക്കുമ്പിൽ പോകുമ്പോൾ തന്നെ വഴിയിലൊരു മനുഷ്യൻ പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും വെയിലത്ത് നടന്നു പോകുന്ന കണ്ടാൽ ഞാൻ നിർത്തിക്കയറ്റാറുണ്ട്. കയറിക്കുളി പിന്നെ എങ്ങോട്ട് ഇറക്കണ്ടേ, ഞാൻ ഇറക്കാമെന്ന് പറയും. പ്രായഭേദമന്യേ വെയിലത്ത് നടന്നു പോകുന്നതാണ്. അപ്പോൾ പക്ഷേ കാറിന് ഭാര്യയും ഭർത്താവും കൂടി പോണ സമയത്ത് അവരുടെ നാട്ടുകാർ അവർക്ക് അറിയണവരാ. ഞാൻ അപരിചിതരെ കയറ്റുന്ന ആളാണ്. അപ്പോൾ ബൈക്കിൽ നിന്ന് ആരെയും കണ്ടു കഴിഞ്ഞാൽ കയറ്റില്ല, ഓലാണ്ട് പോകും. അവിടെ നാട്ടുകാരായിട്ടൊരു ബന്ധമില്ല. ഓല പെരയിൽ ഒരാളും പോകാറില്ല, ഓലൊരു വീട്ടിലും പോകാറില്ല, വേറെ വീടുകളിൽ അയൽവക്കക്കാരായിട്ട് ബന്ധമില്ല, ഒന്നുമില്ല. പിന്നെ 36 കുപ്പായിട്ടിട്ട് അടുത്തത് പപ്പേട്ടൻ, ഇപ്പോഴത്തെ CPMന്റെ നിലമ്പൂർ ഏരിയ സെക്രട്ടറി പത്മാഷൻ എനിക്ക് പറയുമ്പോൾ പത്മാഷൻ ഇപ്പോൾ കോൺഗ്രസ് പോയിട്ടുള്ള പഴയ DYF തന്നതായിട്ടുള്ള ജോജി K. അലക്സ്, അതേപോലെ ഈ ഞാൻ പറഞ്ഞ തൂര് അസീസൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. പപ്പയുടെ ഇപ്പോൾ കുപ്പായിട്ടൊക്കെ എനിക്ക് കിട്ടിയ വിവരം കൃത്യമായിട്ട്. പപ്പേട്ടനെ വേറെ ഓടിയൻ്റെ അടുത്തുണ്ട്, ഏരിയ സെക്രട്ടറി, അതല്ലെങ്കിൽ ഏരിയ സെക്രട്ടറി. പപ്പേട്ട എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പപ്പേട്ടനോട് ഇഷ്ടമാണ്. പക്ഷെ പപ്പേട്ടനൊക്കെ ഈ തകർന്ന് നശിച്ച് വഹാബിൻ്റെ അടിമകളായിട്ട് പോയപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട്. വഹാബിൻ്റെ അടുത്ത് എന്തെങ്കിലും കിട്ടണ എച്ചിൽ തിന്ന് ജീവിക്കുന്ന ജീവികളായിട്ട് ഈ CPMന്റെ നേതാക്കന്മാർ മാറണം എന്തിനാ? പിണറായിയും പിന്നെ കോടിയേരി മരിച്ചുപോയി പോട്ടെ, ഇവിടുത്തെ നിലമ്പുറത്തെ പാർട്ടിക്കാർ മുഴുവൻ അവനെടുന്ന് പിന്നെ ഉച്ചിഷ്ടം തിന്നുകാണ്ട് പിന്നെ എന്താണ് ഉച്ചിഷ്ടം അമ്മയത്തിയും എല്ലാം ഭക്ഷിക്കുന്ന അവസ്ഥയ്ക്ക് എത്തി കമ്മീഷൻ സിനിമയിലെ ഡയലോഗുമാരി. അപ്പോൾ പപ്പേട്ട നിന്നാൽ ജയിക്കൂലെന്നേ. പപ്പേട്ടന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എൻ്റെ വീഡിയോ പപ്പേട്ടൻ കാണുമെന്ന് എനിക്കറിയാം. പത്മാഷിന് ജയിക്കൂല. പപ്പേട്ടൻ വേറെ പപ്പേട്ടനെ വിട്ടിട്ടാണ് വന്നത്. കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പഴയ DYFയുടെ ജില്ലാ പ്രസിഡന്റ് പപ്പേട്ടനെ. ഞാൻ പപ്പേട്ടനൊക്കെ ഈ പത്മാഷൻ എന്നുള്ള പേരല്ല ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്ര ചെയ്തിട്ടൊക്കെ ഉണ്ട്. എത്രയോ നല്ല ബന്ധമുണ്ടായിരുന്നു.
ഏറ്റവും അവസാനം ഞങ്ങൾ കാണുന്നത് നിലമ്പൂർ പിന്നെ ഇവിടെ ഇവർ ഫിലിം ഫെസ്റ്റിവൽ വെച്ചു. അന്ന് മൂപ്പര് പാർട്ടി ഏരിയ സെക്രട്ടറിയാണ്. എന്നെ കണ്ടപ്പോൾ രാജൻ ജോസഫ് നന്ന് വിളിച്ചു, എന്നോട് സ്നേഹം കാണിച്ചിട്ടൊക്കെ ഉണ്ട്. അതിനൊക്കെ ബഹുമാനിക്കുന്നു ഞാൻ. പക്ഷെ പപ്പേട്ട ഇപ്പം ചെയ്യുന്ന തോന്നിയാസാ, പപ്പേട്ടൊന്നും നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നിട്ട് ജയിക്കൂല പപ്പേട്ട, അത് മനസ്സിലാക്ക്. അടുത്തത് മാട്ടമ്മൽ സലീം, 5 പൈസൻ്റെ ബുദ്ധില്ലാത്തൊരു കുതിര എന്നാ ഞാൻ പറയാം. പറയുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ മാട്ടുമ്പൽ സലീമിൻ്റെ 2 കൊല്ലം നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാനാണ്. മാട്ടുമ്പൽ സലീം പിന്നെ PV അൻവർ ഗൾഫ് അവിടെ മറ്റേ സ്വർണ്ണഖനനം നടത്താൻ പോയിട്ട് ജയിലിലായി എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പം എനിക്ക് ഫോൺ, ഒരു സെക്കൻഡ്, ഡോറിൽ തട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ ജയിലില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് മാട്ടുമ്മൽ സലീം, അതേമാതിരി ഷൗക്കത്താക്ക, VM ഷൗക്കത്താക്ക, ഇപ്പോഴത്തെ മലപ്പുറം ജില്ലാ സെക്രട്ടറി മെമ്പറായിട്ടുള്ള ഷൗക്കത്താക്ക, ഇവരൊക്കെ നേരെ അൻവറിന്റെ എതിരാളിയായിട്ടുള്ള മുരുകേശ്വരൻ്റെ അടുത്ത് കൊല്ലത്തുകാരനാണ്. ഭയങ്കര പിന്നെ ഒരുപാട് ഭൂമിയൊക്കെ ഉള്ള ആളാണ്. മൂപ്പരടുത്ത് പോയിട്ട് ഒരു സ്ഥാനാർത്ഥിയാവെന്ന് പറഞ്ഞ ആൾക്കാരാ. ഷൗക്കത്താക്കി കുപ്പായിട്ടാണ്. ഷൗക്കത്താക്ക് പിന്നെ ഇയാളെ വിജയരാഘവന്റെ സപ്പോർട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഷൗക്കത്താക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് മഞ്ചേരിയാണ്. മഞ്ചേരി സീറ്റും കൊണ്ടോട്ടി സീറ്റും തമ്മിൽ വെച്ച് മാറുക. കൊണ്ടോട്ടി CPIക്ക് വിട്ടുകൊടുത്തിട്ട് മഞ്ചേരി സീറ്റ് CPM ഏറ്റെടുത്തിട്ട് ഷൗക്കത്താക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത തവണ UA ലത്തീഫാണെങ്കിൽ ഷൗക്കത്താക്ക് ജയിക്കുക. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മെമ്പറാണ്. കുറെ കാലം പിന്നെ ഏരിയ സെക്രട്ടറി എന്ന ആളാണ്. എനിക്ക് പിന്നെ നല്ല ബന്ധമുള്ള കുടുംബമാണ്, ഒക്കെയാണ്. ഇതൊക്കെ മൂപ്പരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ കയറില്ല. അതുകൊണ്ട് ഞാൻ പരസ്യമായിട്ട് പറയണേ. പിന്നെ മാട്ടുമ്മൽ സലീം ഞാൻ എന്ന് വെച്ചാൽ അന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ ഇടപെടലുണ്ടായിരുന്നു. മാട്ടുമ്മൽ സലീമിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. പഴയ തലമ്പൂര് നമ്മളെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്ന ഫിറോസിൻ്റെ സുഹൃത്താണ്. പിന്നെ അൽ റോസൊക്കെ കോൺട്രാക്ടറുകളൊക്കെ മാട്ടുമ്മൽ സലീമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പം റോസിൻ്റെ എന്ന് വെച്ചാൽ റോസിൻ്റെ അളിയൻ മഞ്ചേരി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. പിന്നെ റഹ്മാൻ, അതേമാതിരി തന്നെ റോസിൻ്റെ വൈഫ് എനിക്ക് വളരെ നല്ല ബന്ധമുള്ളതാണ്. പുസ്തകത്തിൽ റോസ് നല്ലൊരു മനുഷ്യനുമാണ്. അപ്പം ഞാൻ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും കാലം ഓരോടൊക്കെയുള്ള ബന്ധം കൊണ്ടായും ഉണ്ടാകുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഒരു ബന്ധം നോക്കില്ല. ഇനിയിപ്പോൾ ഓൽക്കിനോട് ദേഷ്യം തോന്നിയാലും കുഴപ്പമില്ല. ആ ദേഷ്യമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചായ പിടിച്ചത് ഇരുന്ന ദേഷ്യമുള്ളൂ. ഓലൊന്നും വർഗീയവാദികളല്ല, ഓലൊന്നും തീവ്രവാദികളല്ല, ഓലൊന്നും രാജൻ ജോസഫിനെ നശിപ്പിക്കാൻ നിൽക്കുന്നവരല്ല. ബേസിക്കലി അങ്ങോട്ട് ഇങ്ങോട്ട് സ്നേഹമുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാത്ത കുറേ പോത്തുകൾ അവിടെ ഇവിടെ ഇരുന്ന് രാജൻ ജോസഫിനെ കൈകാര്യം ചെയ്യണം, രാജൻ ജോസഫിനെ കിട്ടണമെന്ന് അടിക്കണം, മറ്റേതടിക്കണം, തേങ്ങ ഈ ഫോണ് ഓളാക്കിയിട്ടുള്ളൂ. എങ്ങനെ കട്ട് ചെയ്യാം? ഓക്കെ. അപ്പം ഇതാണ് സ്ഥിതി. അപ്പോൾ പിന്നെ അൻവർ പോയിച്ചിട്ടുള്ള വെടി എന്ന് പറഞ്ഞാൽ അജിത് കുമാറിനെതിരെയുള്ള സാധനം എന്നുള്ളത് ചെറുതായിട്ട് കാണണ്ട. ടിഷ്യൂ പേപ്പർ കൊടുത്താലും ഒപ്പിട്ട് കൊടുക്കുന്ന ഒന്നിനും കൊള്ളാത്ത നാറിയാണ് കാരണഭൂതൻ എന്ന് പറഞ്ഞത് അയാളുടെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറാണ്. സ്വപ്നയുടെ കാമുകൻ ശിവശങ്കറാ പറഞ്ഞത്. അശുദ്ധാത്മാവ് ആനയല്ല ചേനയല്ല എന്നൊക്കെ പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുള്ള കാര്യമില്ല. ഒരാൾ പറഞ്ഞത് പരസ്യമായിട്ട്. ഈ ആൾക്കാർ അമ്പം കൊന്നില്ല. ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. വാജ്പേയി നല്ലൊരു പ്രധാനമന്ത്രിയായിരുന്നു. അഹമ്മദ് മുസ്ലിം ലീഗിന്റെ നല്ലൊരു കേന്ദ്രമന്ത്രിയായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ ഒരു സാധനത്തിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിവുണ്ടാകുന്ന ചില്ലറ കാര്യമല്ല. ഒരു സ്ഥാപനത്തിൽ ഞാനൊക്കെ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്തതാണ്. ഒരേ സമയം മേലിരിക്കുന്നവരെയും പിന്നെ കോർപ്പറേറ്റ് താല്പര്യങ്ങളും അതേപോലെ തന്നെ നമ്മളെ സബോർഡിനേറ്റ്സിനെയും നമ്മുടെ കോ വർക്കേഴ്സിനെയും ഒക്കെ നമ്മൾ ഒരുമിച്ച് ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ഒന്നല്ല. HR-ലും അഡ്മിനിലൊക്കെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഡോക്യുമെന്റ് കൺട്രോളറായിട്ടൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ ആ പണിയൊന്നും നോക്കണ്ട, പോകില്ല, എനിക്കിൻ്റെ പണി പരിപാടി നോക്കാൻ മതി എന്ന് പറഞ്ഞാൽ. വെയർ ഹൗസ് മാനേജറായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ അത് നന്നായിട്ട് അറിയുന്നതാണ്. പല രാജ്യക്കാർ, പല ആൾക്കാർ, പലരുമായിട്ട് ഡീൽ ചെയ്യുക, ഇത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക, അതിനുള്ള ശേഷിയില്ല ഇയാൾക്ക്. ഇയാൾ പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ വലിയ കാരണഭൂതം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നാണ്ട് ഞെട്ടിച്ച് നടന്ന മാതിരിയൊന്നും മുഖ്യമന്ത്രി ആകുമ്പോൾ നടക്കില്ല. അതിൽ പിന്നെ ഉമ്മൻചാണ്ടി വിദഗ്ധനായിരുന്നു, കരുണാകരൻ വിദഗ്ധനായിരുന്നു, നായനാർ വിദഗ്ധനായിരുന്നു. VS മത്സരനാണെങ്കിലും VS ഏബിളായിരുന്നു. VS നീതിയുടെ പക്ഷത്ത് നിന്നിരുന്നു. മറ്റൊരിടത്തും കൂടി ഫ്ലെക്സിബിൾ ആയിരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇയാൾക്ക് ഒരു കുന്തുമില്ല. ഫ്ലെക്സിബിലിറ്റി ഇല്ല, അങ്ങേയറ്റം റിജിഡാണ്. ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. പിന്നെ അപ്പുറത്ത് ഈ റിജിഡാവുമ്പോൾ അതിനെന്തെങ്കിലും പോസിറ്റിവിറ്റി ഉണ്ട്, അതില്ല. ഒരു തേങ്ങയില്ല. അയാൾ കേരളീയ സമൂഹത്തിന് പിണറായി വിജയന്റെ കോൺട്രിബ്യൂഷൻ എന്താ വെച്ചാൽ 0 എന്നാ പറയാ. 0ത്തിന് സാഹിത്യക്ക് സംഖ്യ ഇല്ലാത്തതുകൊണ്ടാണ്. -100 മൈനസ് പിന്നെ 200 എന്നൊക്കെ പറയേണ്ടി വരും. എന്ത് തേങ്ങകൾ ചെയ്ത്. അപ്പൊ എന്തായിരുന്നാലും PV അൻവറിന്റെ വെട്ടി അയാളെ നെഞ്ചിക്കാണ് പോണത്. കാരണഭൂതന്റെ മുന്നോട്ടുള്ള ഭാവി വളരെ ശോഭനായിട്ട് പോകുന്നില്ല. മിക്കവാറും CPM നല്ല പാർട്ടി ഇതോടുകൂടി കഴിയും. പിന്നെ
പി വി അൻവറിന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം വെച്ച് എനിക്ക് CPI കേന്ദ്രങ്ങളൊന്നും കിട്ടിയിട്ടുള്ള വിവരം ഒരു പി വി അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാണ്. പണ്ട് CPIക്ക് എതിർപ്പുണ്ടായിരുന്നു. കാരണം സത്യമൊകേരി 2014 സത്യമൊകേരി മത്സരിച്ചു. സത്യമൊകേരി വയനാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചപ്പോൾ അന്ന് മുരളീധരനും സ്വതന്ത്രനായിട്ട് മത്സരിച്ചു. അന്ന് മുരളീധരൻ മത്സരിച്ചിട്ടില്ല. അന്ന് പിന്നെ പി വി അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിച്ചു. MA ഷാനവാസിനെതിരെ പി വി അൻവർ കുറേ വോട്ട് പിടിച്ചത് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് 10,000, വണ്ടൂർ മണ്ഡലത്തിൽ നിന്ന് 10,000, എറണാകുളം മണ്ഡലത്തിൽ നിന്ന് 10,000, തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്ന് 5,000, 7,000 പിടിച്ചു. ഇയാൾ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIയുടെ സ്ഥാനാർത്ഥിക്കെതിരെ പിന്നെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി CPI ആണ്. ഇയാൾ PK ബഷീറിനെതിരെ എറണാകുളം മണ്ഡലത്തിൽ മത്സരിച്ചപ്പം 14,000 വോട്ട് പിടിച്ചാണ്ട് 2ാം സ്ഥാനത്തെത്തി. അപ്പോൾ ഇയാളെ സ്വന്തം ജനിച്ച നാടാണ് എറണാകുളം എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒതായി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുള്ളതാണ്. പി വി അൻവർ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് 2026 അവിടെ നിന്നാൽ PK ബഷീർ അല്ല എതിർ സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിലും, കാരണം 3 ടൈം ആയതുകൊണ്ട് മൂവരെ മാറ്റാനും കൂടി തീരുമാനിച്ചിട്ട് പിന്നെ ലീഗ് ഒരു പുതിയ സ്ഥാനാർത്ഥിനെ ഇറക്കിയ അയാൾ അവിടെ നിന്ന് ജയിച്ചു കയറുന്നേ. നിങ്ങളെന്താ കരുതി? ഈ ഇലക്ഷൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞ സാധനം നന്നായിട്ട് അറിയാവുന്ന ആളാണ് പി വി അൻവർ. ഇച്ചു അറിയത്. അതുകൊണ്ടാണല്ലോ ഞാൻ തൃക്കാക്കരയിലും ബാക്കിയുള്ളടത്തൊക്കെ ഉള്ള പിന്നെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ആലത്തൂർ മാത്രമേ CPM സീറ്റ് ഇട്ടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ആലത്തൂർ മാത്രം. ഞാൻ പറഞ്ഞു ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിൻ്റെയൊക്കെ ABC ഇതിൻ്റെ പിന്നെ പൊക്കളും മറ്റേതൊക്കെ നമുക്ക് തിരിച്ചറിയുന്നത്. പൊക്കളും മറ്റേതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ശരി എന്നാൽ, ഗുഡ് നൈറ്റ്.